ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കരിമീൻ മപ്പാസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിമീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് കോരിയിട്ട് മസാല തേച്ച പാത്രത്തിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മസാലയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും കറിയിലിടാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി റെസിപ്പി നോക്കാം. ആ പൊരിച്ച് കോരിയ ചട്ടിയിലും ആ എണ്ണയിലും തന്നെയാണ് കേട്ടോ നമ്മൾ മസാല വഴറ്റുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി സവാള അരിഞ്ഞ് വെച്ചതെടുക്കുക കേട്ടോ. ഒരു സവാള മതിയാവും. ആ സവാളയും കൂടെ എടുത്ത് നല്ലപോലെ വഴറ്റി വെക്കുക. സവാള ഒന്ന് നല്ലപോലെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പഴുത്ത 2 തക്കാളി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ. അതാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടാൽ മതി, തക്കാളിയിൽ പുളി ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറും വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു ഗ്രേവി പരുവത്തിലായിട്ട് വരും. അതേപോലെ വഴറ്റിയെടുക്കുക. മീൻ പൊരിച്ച് കോരിയ ചട്ടി തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നേക്കണം. അതേപോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് മസാലകളിടാം. ഒരുപാട് മസാലകളൊന്നും ഇല്ല കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറി മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഈ 3 കാര്യങ്ങൾ മാത്രം മതി ഈ കറി ഉണ്ടാക്കാനായിട്ട്. വേറെ മസാലകളുടെ കാര്യങ്ങളൊന്നും വരണില്ല കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തൊന്ന് കൂട്ടി ഇളക്കി വെക്കാം. അപ്പോൾ നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ കറി വന്നിട്ട്. അപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ കിട്ടിയ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ മപ്പാസ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങാപ്പാൽ മാത്രം മതി. അപ്പോൾ നമ്മളതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ആ നേരത്ത്. അപ്പോൾ ഇനി ആദ്യം തന്നെ തേങ്ങ അരച്ചിട്ട് 1-ാം പാൽ ആദ്യം മാറ്റി വെക്കുക കേട്ടോ. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി അതിലേക്ക് ആ പാൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വേണം അടുത്തതൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയുള്ളത് നമ്മളൊന്നുകൂടെ അരച്ച് വെക്കുക. ഈ സമയത്തൊന്ന് നല്ലപോലെ ഇളക്കി ഇനി അതിൽ ഉപ്പെല്ലാം നോക്കി വെക്കുക കേട്ടോ. ഇനി ഇതൊന്നൊരു തിള വരട്ടെ. ഇനി അതിലേക്ക് വേണം 2-ാം പാൽ ഒഴിച്ച് കൂട്ടി ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് തിളച്ചൊന്ന് വന്നിട്ട് ഇനി അതിലേക്ക് 2-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ കൂട്ടി ഇളക്കി വെക്കാം. ഇനി ഇതൊന്ന് തിളപൊട്ടി വരട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് മീനിടാൻ പറ്റുള്ളൂ. ഈ കരിമീൻ പോലുള്ള മീനൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വലിയ വേവില്ലല്ലോ, അപ്പോൾ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ ഇത് ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ കറിയിലേക്ക് മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരു 1-2 ചെറിയ അല്ലി പുളിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ കൂട്ടി ഇളക്കി വെക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആവണത്. ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇവിടെ അപ്പുറത്ത് അടുപ്പിൽ ഇതേ കക്കാർച്ചി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വെള്ളയപ്പമാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മപ്പാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിക്കാൻ. അപ്പോൾ ഇതേ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ല പാകത്തിന് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഇതേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.